ഈ കുടുംബ സംഗമത്തിൻ്റെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ അഡ്വക്കേറ്റ് എം ചെറിയാൻ, ഈ സംഗമത്തിൻ്റെ മുഖ്യ സംഘാടകൻ എൻ്റെ അനുജൻ ശ്രീ സാമുവൽ മാത്യു, ഈ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ റവറൻഡ് ജേക്കബ്, ചടങ്ങിൽ പങ്കെടുക്കുന്ന ശ്രീ ബിജോയ്, ശ്രീ തോമസ് എബ്രഹാം, രണ്ടുപേരും പഞ്ചായത്ത് അംഗങ്ങളാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ നിൽക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഒരുപക്ഷെ നമുക്കൊക്കെ അപരിചിതമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ ഈ കുടുംബ അംഗങ്ങളിൽപ്പെട്ടവർ പുറത്തു വച്ച് കണ്ടാൽ പരസ്പരം അറിയുകയില്ല. പരസ്പരം അറിയാൻ പലരും താല്പര്യം പ്രകടിപ്പിക്കാറുമില്ല. പുതിയ കാലത്തിൻ്റെ ചില സവിശേഷതകളുണ്ട്. നമുക്ക് പഴയ തലമുറയെക്കുറിച്ച് ചിന്തിക്കാൻ സമയവും ഇല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം 1995 മെയ് മാസത്തിന് ശേഷം ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കുടുംബ സംഗമം ആസൂത്രണം ചെയ്തതും അതിനായി ഇവിടെ ചേർന്നിരിക്കുന്നത്. ഇതിനായി ആദ്യം നമുക്ക് സർവശക്തനായ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ കാലവും ലോകവും അതിസങ്കീർണമായ നിരവധി സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ സങ്കീർണതകളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളും അധികാരങ്ങളും പ്രമാണിത്വങ്ങളും ഒക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമം ഒരിടത്ത് വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാജാധികാരം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ രാജാധികാരത്തിന് സമാനമായൊരു അധികാരം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയിൽ മതത്തെ, വർഗീയമായ ചേരിതിരിവുകളെ, സ്വത്തുപരമായ വിഘടന പ്രവർത്തനങ്ങളെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ശ്രമങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സ്വത്വ അന്വേഷണം അതുകൊണ്ട് എല്ലാ ജനതയുടെ ഇടയിലും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അത് ചിലപ്പോൾ അനാരോഗ്യകരമായ സംഘടനകളിലേക്കും പ്രവണതകളിലേക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേരുന്നതായി നമുക്ക് അറിയാം. നമ്മളെല്ലാം ചരിത്രം പഠിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രം പറയാം. ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരണം നടത്തിയതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഹിറ്റ്ലറിൻ്റെ ആശയങ്ങൾ ലോകം മുഴുവൻ പിന്തള്ളിയപ്പോഴും ജർമ്മനിയിലെ ഒരു വിഭാഗം ഹിറ്റ്ലറുടെ ആശയങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വാസ്തവത്തിൽ ഞെട്ടിക്കുന്ന ഒരറിവായിരിക്കാം. നവ നാസികൾ എന്ന പേരിൽ യാഥാസ്ഥിതികനായ ഒരു ഭരണകർത്താവ് അമേരിക്കയിൽ ഭരണാധികാരിയായി വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും യാഥാസ്ഥിതിക സമൂഹത്തിനിടയിൽ മറ്റുള്ളവരെല്ലാം അന്യരാണ്, അവഗണിക്കപ്പെടേണ്ടവരാണ്, നാടുകടത്തപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത അവിടെ വളർന്നു വന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴാണ് അവിടുന്ന് തിരിച്ചു പോരേണ്ടി വരിക എന്നറിയാൻ പാടില്ലാത്ത ഒരു രീതിയിൽ കഴിയുകയാണ്. വംശീയമായ ഒരുതരം ചേരിതിരിവ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മിക്ക രാജ്യങ്ങളിലും
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. ഇതിന് അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ ഒരിടത്ത് നടക്കുന്നുണ്ട്. പഴയതായി പോയി നാം കുഴിച്ചു മൂടിയ പലതിനെയും അവിടെ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് വന്ന് പൂജ്യസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച്, ഇതാണ് നമ്മുടെ വലിയ പാരമ്പര്യം, ഈ പാരമ്പര്യത്തിൻ്റെ കീഴിലാണ് എല്ലാ പാരമ്പര്യങ്ങളും നിൽക്കേണ്ടത് എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു വിഭാഗത്തെയും നമുക്ക് കാണാം. അത്തരമൊരു സാഹചര്യത്തിലാണ് കീഴാള സമൂഹങ്ങൾ, അധസ്ഥിത സമൂഹങ്ങൾ അവരുടെ സ്വത്വത്തെ, വംശീയമായ സ്വത്വത്തെ, സാംസ്കാരികമായ സ്വത്വത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ദുർബലമായ ശ്രമങ്ങൾ എങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വത്വം എന്ന വാക്കെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകുകയൊന്നും വേണ്ട. അതൊരു സാംസ്കാരികമായ അന്വേഷണമാണ്. നമ്മുടെ പിതൃപരമ്പരയുടെ ജീവിതത്തിലേക്ക്, അവരുടെ സാംസ്കാരിക തനിമകളിലേക്ക്, അവരുടെ ഉൽപ്പാദന ബന്ധങ്ങളിലേക്ക്, അവരുടെ തൊഴിൽ സംബന്ധമായ അറിവുകളിലേക്ക്, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അന്വേഷണമാണ് വാസ്തവത്തിൽ ഈ സ്വത്വപരമായ അന്വേഷണം എന്ന് പറയുന്നത്. ചെറിയ രൂപമാണ് കുടുംബ യോഗങ്ങൾ. അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് വളരെ വിശാലമായി പറഞ്ഞു വന്നത്. അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു രൂപമാണ് കുടുംബയോഗങ്ങൾ. നമുക്ക് നമ്മുടെ വേരുകളെ അന്വേഷിച്ചറിയാനുള്ള ഏറ്റവും നല്ല അവസരം നമ്മുടെ സാമുവൽ മാത്യു ബാബു എടുത്ത പെയിൻ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം എത്രയോ ദിവസങ്ങൾ ഇതിനായി പണിപ്പെട്ടു. ബുദ്ധിപരമായ ജോലി, മറ്റ് പല സ്ഥലങ്ങളിലും ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച അറിവുകൾ, ഇതെല്ലാം ഈ കുടുംബയോഗത്തിൻ്റെ സംഘാടനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യങ്ങളെയും തനിമകളെയും അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. തൊഴിലിൻ്റെ, പ്രത്യേകിച്ചും കാർഷിക വൃത്തിയുടെ മഹത്വത്തെ പ്രഘോഷിച്ചിരുന്ന ഒരു ജനതയാണ് എക്കാലവും നമ്മൾ. ഈ കാർഷിക വൃത്തി എപ്പോഴും ജന്മിത്വത്തിൻ്റെ നിരവധി അടിച്ചമർത്തൽ തന്ത്രങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് പോന്നിരുന്നതാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ ആ കാലത്ത് പോലും ഇവിടെ നമ്മൾ ചരിത്രം വായിച്ച് കേട്ടതനുസരിച്ച് ഏതാണ്ട് ക്രിസ്തുവർഷം 1760കളിലെങ്കിലും ഈ തൈവിള കുടുംബവും പൊടിക്കുന്നിൽ കുടുംബവും ഒക്കെ ഇവിടെ വളരെ നല്ല നിലവാരമുള്ള ജീവിതം നയിച്ചു പോകുന്ന കുടുംബങ്ങളാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അന്ന് നമ്മുടെ നാട്ടിൽ അപൂർവം കുടുംബങ്ങളെ അത്രയും ഭൂസ്വത്തുകളും വയലുകളും ഒക്കെ ഉള്ളൂ. നിലമായും പുരയിടമായും ഒക്കെ അത്രയും വലിയ ഭൂസ്വത്തുകളുള്ള വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറവായിരുന്നു. ഇതര സമുദായങ്ങളിൽ പോലും കുറവായിരുന്നു എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. എൻ്റെ ഒരു ചെറിയ ഓർമ്മ പങ്കുവയ്ക്കുകയാണെങ്കിൽ ആക്കിനാട്ട് കുടുംബവും ചക്രപ്പത്തറ കുടുംബവും അല്ലെങ്കിൽ കീരിക്കാട്ട് കുടുംബവും അങ്ങനെ എണ്ണപ്പെട്ട കുറേ കുടുംബങ്ങളല്ലാതെ, ഇത് ഞാൻ ആരെയും ഇകഴ്ത്താൻ പറയുന്നതാണെന്ന് വിചാരിച്ചു പോകരുത്, അങ്ങനെയല്ല, എൻ്റെ അറിവിൽപ്പെട്ട കാര്യം പറയുന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ലാൻഡ് പ്രോപ്പർട്ടിയുടെ ഓണർമാരായി അധികം പേര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ലാൻഡ് പ്രോപ്പർട്ടി, ഈ വലിയ ഭൂസ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോയത്? ആ നഷ്ടപ്പെട്ടു പോകാൻ ഒരു കാരണം ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ കിട്ടുന്ന വിലയ്ക്ക് അപ്പോഴപ്പോഴും എഴുതി കൊടുക്കുക, പുരയിടം, വയലുകൾ ഒക്കെ എഴുതി കൊടുക്കുക. എന്നിട്ട് ചിലപ്പോൾ അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിൽ വലിയ ലോകബോധത്തെ ആർജിക്കാൻ വേണ്ടി നാം പാരമ്പര്യമായി ആർജിച്ചു വെച്ചിരുന്ന ഈ ഭൂസ്വത്തുക്കളെ ഇല്ലാതെയാക്കുക. അതിലൊരു യാതൊരു ബുദ്ധിമുട്ടുമില്ല അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു തലമുറയാണ്. ഇതിനോടൊന്നും ഒരു ആർത്തിയുമില്ലാത്ത, ലോകബോധത്തെ തങ്ങളുടേതാക്കി മാറ്റുന്നതിന് എന്തു നഷ്ടങ്ങളും സഹിക്കുന്നതിന് തയ്യാറുള്ള അങ്ങനെ ഒരു ജനതയായി നമ്മുടെ പൂർവ്വ
പിതാക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ തലമുറ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ പരമദരിദ്രന്മാരായി മാറി. ആ ദാരിദ്ര്യം ഒരുപക്ഷെ കുറച്ച് പേരെയൊക്കെ അതിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അങ്ങനെ കരകയറ്റാൻ കാരണം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന വിദ്യാഭ്യാസമാണ്. മിഷണറിമാരാണ് അതിന് മുൻകൈ എടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CMS സ്കൂള്, LP സ്കൂൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ നല്ല വിഭാഗം ആളുകൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസം നേടുമായിരുന്നില്ല എന്ന കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ആ കൂട്ടത്തിലുണ്ട്. തീർച്ചയായും പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടുമായിരുന്നില്ല. മാതാപിതാക്കൾ പണിയെടുത്ത് കൊണ്ടുവരുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് 7-8 പേരുള്ള ഒരു കുടുംബം കഷ്ടിച്ച് അഷ്ടിക്കുള്ള വകയുണ്ടാക്കി കഴിഞ്ഞുകൂടുന്നുവെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇനി ഉയർന്ന ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുമ്പോഴോ 957 EMS മന്ത്രിസഭ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലംസൻ ഗ്രാൻഡ്, സ്റ്റൈപ്പൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വിഭാഗങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. എനിക്ക് കോളേജ് വിദ്യാഭ്യാസം കിട്ടുമായിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അങ്ങനെ ജനകീയമായ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജനതയിൽ ഉണ്ടാകാനിടയായത് സാമൂഹികമായ നിരവധി സന്ദർഭങ്ങളിലൂടെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് പല അപകടങ്ങളുണ്ടായിരുന്നു, അപാകതകളുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴും ഈ അധസ്ഥിത ജനതയെ മനുഷ്യരായി അംഗീകരിക്കുന്നതിന് അവർ മിക്കപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം ഇന്ന് നാം ഓർക്കേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബ്രിട്ടീഷ് ഭരണം ആണ് ഇവിടെ നല്ല വസ്ത്രം ധരിക്കാൻ, മേൽമുണ്ട് ധരിക്കാൻ, അല്ലെങ്കിൽ ഉടുക്കുന്ന മുണ്ട് വൃത്തിയായി ധരിക്കാൻ, പ്രാഥമിക വിദ്യാഭ്യാസം നേടാൻ മിഷണറി സ്കൂളുകൾ നാടിൽ ഉടനീളം സ്ഥാപിച്ച് ഒരു ബെഞ്ചിലിരുന്ന് ഉയർന്ന ജാതിക്കാരനും താണജാതിക്കാരനും എല്ലാം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു ഗുണമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം എല്ലായ്പ്പോഴും നല്ലതായിരുന്നു എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാനതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വശം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തൈവിള കുടുംബവുമായി ബന്ധപ്പെട്ട കൊടിക്കുന്നിൽ കുടുംബത്തിലെ ഒരു പിന്തുടർച്ചക്കാരനാണ്. എൻ്റെ വല്യപ്പച്ചനായിരുന്നു കൊടിക്കുന്നിൽ സ്റ്റീഫാനോസ് ഉപദേശി. അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റായിരുന്നു. ആദ്യം CMS സഭയിൽ ഞങ്ങളുടെ കുടുംബം ചേർന്ന് നിന്ന്, എൻ്റെ അമ്മയുടെ കുടുംബമാണ്, ചേർന്ന് നിന്നു. പിന്നീട് അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് വന്നു. 937 ഇവിടെ കത്തോലിക്ക സഭ സ്ഥാപിതമാകുമ്പോൾ കത്തോലിക്ക സഭയിലേക്ക് വന്നു. കത്തോലിക്ക സഭയിലെ ഫാദർ ആഞ്ചലോസ് എന്നു പേരുള്ള ഒരു വൈദികനുമായി ഉണ്ടായിരുന്ന അതിതീവ്രമായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഞങ്ങളുടെ കുടുംബം ഒരു ജാക്കോബായ സഭയിലേക്ക് ചേർന്നു. ആ ജാക്കോബായ സഭ ഉണ്ടാകുന്നതിന് ഒരു കാരണം ഉണ്ട്. അത് ഞാൻ ഒരുപക്ഷേ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് സൂചിപ്പിച്ചു പോകാം, ദീർഘിപ്പിക്കുകയല്ല. എൻ്റെ ഈ വല്യപ്പച്ചൻ സ്റ്റീഫാനോസ് ഉപദേശി പുത്തങ്കാവിലെ പരുമല തിരുമേനിയുടെ ഖബറിടത്തിൽ അദ്ദേഹത്തിൻ്റെ പടം വെച്ചിരിക്കുന്ന കുരിശടിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും മുട്ടുകുത്തി നിന്ന് ചില മണിക്കൂറുകൾ തന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് എന്തോ ഒരു സന്ദേശം പ്രാർത്ഥനയുടെ ഒടുവിൽ കിട്ടുന്നതായി തോന്നി. അദ്ദേഹം ആ സന്ദേശം മറ്റൊന്നുമല്ല, എനിക്ക് വേണ്ടി ഒരു ജനത്തെ നീ നിൻ്റെ പ്രദേശത്ത് സ്വരൂപിക്കണം എന്നതായിരുന്നു ആ സന്ദേശം. അദ്ദേഹം ഉടൻ തന്നെ അടുത്തുള്ള പറമ്പിൽ എന്നു പേരുള്ള ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുകയും അവിടെ ജോർജ് സാർ എന്ന പേരുള്ള ഒരാളിനെ കാണുകയും ചെയ്തു. പറമ്പിലെ ജോർജ് സാറ്. അദ്ദേഹം പറഞ്ഞു, ഉപദേശി ഈ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലും തോന്നലുണ്ടായി
എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ജാക്കോബായ പള്ളി രൂപീകൃതമാകുന്നത്. അവരുടെ സഭാചരിത്രത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അതിൻ്റെ ഈ സഭയുടെ പ്രാരംഭ അതിന് കാരണക്കാരനായിട്ടുള്ളയാൾ എൻ്റെ വല്യപ്പച്ചനായ സ്റ്റെഫാനോസ് ഉപദേശിയാണ് എന്ന്. അന്ന് ഈ പറമ്പിലെ സാറ് അന്ന് അച്ഛനല്ല, ഏറെക്കാലം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സഭാ സേവനത്തിൻ്റെ പ്രത്യേകതകളെല്ലാം കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ സഭ അച്ഛനാക്കി വാഴിച്ചത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ വിവാഹം കഴിക്കുന്നത്, അച്ഛനിവിടെ സൂചിപ്പിച്ചല്ലോ, വിവാഹം കഴിക്കുന്നുണ്ട്, എന്തിനാണ് മക്കൾ എന്ന് ചോദിക്കുന്ന ഒരു ചിന്ത വളർന്നു വരുന്നുണ്ട്. വിവാഹം തന്നെ എന്തിനാണ് എന്ന് ചോദിക്കുന്ന മറ്റൊരു ചിന്തയും വളർന്നു വരുന്നു. കുടുംബമായി ജീവിക്കുക, തലമുറയായി ജീവിക്കുക, തലമുറകളിലേക്ക് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വംശീയമായ നമ്മുടെ സ്വത്വത്തിൻ്റെ നിരവധിയായ അടയാളങ്ങളെയും പാരമ്പര്യങ്ങളെയും കൈമാറുക എന്നുള്ളത് നമ്മുടെ പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്നാവേണ്ടതാണ്. അതിന് നമ്മുടെ ഇതുപോലത്തെ കുടുംബയോഗം കൂടുതൽ ഉപകാരപ്പെടും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.